ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ ഐബോക്സ് ചെയ്യാൻ പോകുന്ന OnePlus 10 Pro എന്ന സ്മാർട്ട് ഫോണാണ് ഐബോക്സ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു സ്മാർട്ട് ഫോൺ വെച്ച് പറയുകയാണ് ഞാനിവിടെ ഐബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു ചൈനീസ് വേരിയൻ്റായ സ്മാർട്ട് ഫോൺ ഐബോക്സ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ബോക്സ് ആക്സറീസ് മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഈ ബോക്സിനകത്ത് നമുക്ക് വന്നിരിക്കുന്ന ആക്സറീസ് നമുക്ക് പരിചയപ്പെടാം. സോ ഈ ഒരു സ്മാർട്ട് ഫോൺ ഞാൻ ഏകദേശം പർച്ചേസ് ചെയ്ത പ്രൈസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഏകദേശം 65,000 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്ത് ഗ്ലോബൽ വെർഷൻ. സോ ഇതിന് നമുക്ക് വന്നിരിക്കുന്ന 65 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും അതുപോലെ ബാറ്ററി നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന 4500 mAh ബാറ്ററി നമുക്ക് പ്രൊവൈഡ് ചെയ്തത്. സോ ഒരു പ്രീമിയം ഫോണിൽ നമുക്ക് 4500 mAh ബാറ്ററി നമുക്ക് വെയിറ്റ് ലൂസിന് വേണ്ടി ഇരിക്കുന്നത്. അത് സാധാരണ നമുക്ക് OnePlusൻ്റെ തന്നെ നമുക്ക് കിട്ടുന്നത് റെഡ് കളേഴ്സിലുള്ള ടൈപ്പ് സി കേബിൾസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഗുഡ് ക്വാളിറ്റിയുള്ള കേബിൾസ് തന്നെയാണ്. USB to ടൈപ്പ് സി കേബിൾ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഗുഡ് ക്വാളിറ്റിയുള്ള പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ OnePlus 10 Proയുടെ ബാക്ക് ഡിസൈനിലേക്ക് പോകാം. ഇതിൽ വന്നിരിക്കുന്ന ബാക്ക് ഡിസൈൻ നല്ലൊരു സെറാമിക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് വന്നിരിക്കുന്ന ക്യാമറ പൊസിഷനൊക്കെ നമുക്ക് സെൻറ്ററായിട്ട് വന്നിരിക്കും. നമുക്ക് ഏകദേശം ഒരു ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരു താരതമ്യം ചെയ്യാൻ പറ്റുന്നത് ഗൂഗിൾ പിക്സൽ 6 Proയുടെ അതേ പൊസിഷനിലാണ് നമുക്ക് ക്യാമറ വന്നിരിക്കുന്നത്. അത്യാവശ്യം ഗുഡ് ക്വാളിറ്റി അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് സെറാമിക് ഫിനിഷും ഗൊറില്ല ഗ്ലാസ് 6ൻ്റെ പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ മൊത്തം സ്റ്റാർട്ടപ്പ് ചെയ്ത് ഇതിൻ്റെ സെറ്റപ്പിലേക്ക് പോകാം. ഇതിൻ്റെ UI ആണ് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ. നമുക്ക് ആൻഡ്രോയിഡ് 12 നമുക്ക് ഈ ഒരു ഓക്സിജൻ നോയ്സ് പ്രവർത്തിക്കുന്നത്. അതുപോലെ നമുക്ക് ഡിസ്പ്ലേ റിഫ്രഷിംഗ് റേറ്റ് എന്ന് പറയുന്നത് 120 റിഫ്രഷിംഗ് റേറ്റും നമുക്ക് ഇത്തവണ വന്നിരിക്കുന്ന 8K സപ്പോർട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് എന്ന് പറയുന്നത്. നമുക്ക് OLED ഡിസ്പ്ലേ നമുക്ക് ആദ്യമായി OnePlus പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഫിംഗർപ്രിൻറ്റ് സെൻസറായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് 10.5 ജനറേഷൻ്റെ ഫിംഗർപ്രിൻറ്റ് സെൻസറാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ക്യാമറ ടെസ്റ്റിലേക്ക് ഒരുപാട് നാൾ കാത്തിരുന്നൊക്കെ ഒരു ഫീച്ചറായിരുന്നു. നമുക്ക് ഫ്രണ്ട്സ്, എന്നാൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റിക്ക് നമുക്ക് ചെക്ക് ചെയ്യാം. അത്യാവശ്യം ഗുഡ് ക്വാളിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ ക്യാമറയായിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 108 MB നമുക്ക് മെയിൻ ക്യാമറയും നമുക്ക് 100x സൂമിങ്ങും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്നു. OnePlusൽ നമ്മൾ കാത്തിരുന്ന ഏറ്റവും വലിയ ഫീച്ചറായിരുന്നു. സോ അതുകൊണ്ട് നമുക്ക് മികച്ച ഒരു ക്ലാരിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ക്വാളിറ്റിയാണ്. സ്ലോ മോഷൻ ആയാലും നല്ലൊരു ഡിസൈനബിൾ മാത്രമല്ല നല്ലൊരു കളേഴ്സൊക്കെ റിയൽ കളേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ക്വാളിറ്റി അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് മെയിൻ ക്യാമറ 4 ക്യാമറ ടെക്നോളജി നമുക്ക് വന്നിരിക്കുന്ന മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 108 MB നമുക്ക് വന്നിരിക്കുന്നത് വൈഡ് ആംഗിളും അതുപോലെ നമുക്ക് 48 MB നമുക്ക് അൾട്രാ വൈഡ് ആംഗിളും 8 MB നമുക്ക് ടെലിഫോട്ടോയും അതുപോലെ 5 MB നമുക്ക് മൈക്രോമാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് സെൽഫി ക്യാമറ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് 16 MB ആണ്. നമ്മുടെ ഈ ഒരു ഇമേജ് തന്നെ നമുക്ക് കാണാം, വീഡിയോ തന്നെ നമുക്ക് കാണാം. നല്ലൊരു ഹൈ ക്ലാരിറ്റി ഇമേജ് തന്നെ ഈ ഒരു പ്രൊവൈഡ് ചെയ്ത് നമുക്ക് ഇതിൽ ചില സാമ്പിൾ വീഡിയോസ് നമുക്ക് അന്ന് സ്ലോ മോഷൻ ആയാലും ഞാൻ അടുത്ത ചില സാമ്പിൾ ഷോട്ട്സും നിങ്ങളെ കാണിക്കുന്നതാണ്. വീഡിയോ ക്ലാരിറ്റി കാര്യത്തിലാണെങ്കിൽ നല്ലൊരു ഷേക്കിങ് പോലുമില്ല. ഇത് നമുക്ക് ചില സാമ്പിൾ ഷോട്ട്സ് ഞാൻ അടുത്ത് നിങ്ങളെ കാണിക്കുന്നതാണ്. ഫ്രണ്ട്സ്, എന്നാൽ നമുക്ക് ഗെയിമിംഗ് ടെസ്റ്റിലേക്ക് പോകാം. നമുക്ക് ഇത്തവണ വന്നിരിക്കുന്ന CPU എന്ന് പറയുന്ന ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറായ സ്നാപ്ഡ്രാഗണിൻ്റെ 888G പ്രോസസ്സറാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഗ്രാഫിക്സാണ് നമുക്ക് വന്നിരിക്കുന്ന ആൻഡ്രീനോ 660 നമുക്ക് വന്നിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഡിസ്പ്ലേ സൈസ് പറഞ്ഞാൽ 6.7 ഇഞ്ച് ഡിസ്പ്ലേ വിത്ത് 120 റിഫ്രഷിംഗ് റേറ്റും 480 ടച്ച് സാമ്പിൾസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഞാൻ ഇവിടെ PUBG ലോഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഹയർ ഗ്രാഫിക്സ് ഉള്ള ഗെയിമാണ് PUBG. അതുപോലെ അതിലാണ് നമുക്ക് കളിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോണിൻ്റെ യഥാർത്ഥ പെർഫോമൻസ് അറിയുന്ന നമുക്ക് ഒരു ഗെയിമിംഗ് ടെസ്റ്റ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ ഹയർ സെറ്റിങ്സിലാണ് നമുക്ക് PUBG കളിക്കുന്നത്. സോ എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ പെർഫോമൻസും കേപ്പബിലിറ്റിയും നമുക്ക് കൃത്യമായി നമുക്ക് അറിയാൻ കഴിയത്തുള്ളൂ. സോ ഞാൻ ഇവിടെ PUBG ഹയർ സെറ്റിങ്സിലേക്ക് ആക്കി പ്ലേ ചെയ്യാൻ പോകണം.
സോ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഓരോ കമൻറ്റുകൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ ഫോണിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ മറക്കാതെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അവൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ പ്രീവിയസ് വീഡിയോകളിലെല്ലാം എന്തുകൊണ്ടാണ് PUBG മാത്രം നിങ്ങൾ ഗെയിം കളിച്ച് ടെസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്. കാരണം ഞാനിവിടെ എക്സാമ്പിൾ ഉത്തരം പറയുകയാണ്. കാരണം PUBG ആണ് ഹയർ സെറ്റിങ്സിൽ നമുക്ക് ഗെയിം കളിക്കാനും അതുപോലെ നമുക്ക് റിയൽ ആയ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസും നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു PUBG ഗെയിമിലൂടെ മാത്രമേ നമുക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഞാനിവിടെ PUBG ആണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് PUBG സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, എൻ്റെ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് റിവ്യൂയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ഗുഡ് ക്വാളിറ്റി തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എടുത്ത് പറയേണ്ടത്. കാരണം നല്ലൊരു ടച്ച് റെസ്പോണ്ടിങ് ആണ്. നമുക്ക് നല്ലൊരു ടച്ച് റെസ്പോണ്ടിങ്ങും അതുപോലെ നല്ലൊരു ഹൈ ക്ലാരിറ്റി ഇമേജിൻ്റെ ഒരു ഡിസ്പ്ലേ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു റെസ്പോണ്ടിങ് ആണ്. അതുപോലെ ഇതിൻ്റെ റിഫ്രഷിംഗ് റേറ്റ് നമുക്ക് എടുത്ത് പറയാം. നല്ല സ്മൂത്താണ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഒരു ലാഗിങ് ഇഷ്യൂ പോലുമില്ല, നമുക്കൊരു ഹീറ്റിംഗ് ഇഷ്യൂ പോലുമില്ല. നമുക്ക് വന്നിരിക്കുന്ന സ്നാപ്ഡ്രാഗണിൻ്റെ 888GB പ്രോസസ്സർ ആയാലും ഞാൻ പ്രതീക്ഷിച്ച ഒരു ഹീറ്റിംഗ് കാണുമെന്ന് വിചാരിച്ചു, പക്ഷേ നമുക്കൊരു ഹീറ്റിംഗ് പോലും ഇല്ല. ഞാൻ ഈ ഫോൺ റെക്കമെൻഡ് ചെയ്യുന്നത് നമുക്ക് ഏകദേശം ഒരു നല്ലൊരു ആദ്യമായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്നവരായാലും അതുപോലെ തന്നെ ഒരു ഓൺലൈൻ ക്ലാസ്സിനായാലും, കാരണം കുറേ ഹെവി ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കേണ്ടി വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പീഡ് കുറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു സൂപ്പർ എന്ന് പറഞ്ഞ് എടുത്ത് പറയേണ്ട. കാരണം നമുക്ക് നല്ലൊരു ക്ലാരിറ്റി തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നത് എടുത്ത് പറയേണ്ട കാര്യമാണ്. ഒരു ഹൈ ക്ലാരിറ്റി ഇമേജ് തന്നെ നമുക്ക് PUBG കളിച്ചിട്ട് പോലും എനിക്ക് ഒരു ഹീറ്റിംഗ് ഇഷ്യൂവും ലാഗും ഉണ്ടാകുന്നില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാം, വളരെ സ്മൂത്താണ് എൻ്റെ ഗെയിം പ്ലേ ഒക്കെ കാണുന്നത്. എനിക്ക് നല്ലൊരു റെസ്പോണ്ടിങ് തന്നെയാണ്. അത്യാവശ്യം ഗുഡ് ക്വാളിറ്റി തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിലേക്ക് ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് വരാൻ പോകുന്ന ഏകദേശം ഒരു 54,000 രൂപയ്ക്കായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് നല്ലൊരു സ്പെസിഫിക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഹയർ സെറ്റിങ്സ്. ഇപ്പോൾ ഞാൻ PUBG കളിച്ചിട്ട് പോലും എനിക്ക് നല്ല സ്മൂത്ത് പ്ലേ ആണ് കളിക്കാൻ പറ്റുന്നത്. സോ എനിക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ല. ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, എൻ്റെ മറക്കാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാവ് എ ഗുഡ് ഡേ.